പ്രിയമുള്ളവർ, ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് നമുക്ക് നൽകുന്നത്. ചില പുസ്തക വായന പോലെ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നമ്മളൊരുപാട് കഥാപാത്രങ്ങളെ നമ്മുടെ സുഹൃത്തുക്കളാക്കും. ചിലർ നമ്മളെ വൈരികളാവും. കഥാപാത്രത്തിൻ്റെ അവസ്ഥ അനുസരിച്ചിരിക്കും. എങ്കിൽ പോലും നമ്മൾ ഒരുപാട് ആളുകളെ പരിചയപ്പെടുന്നുണ്ട് ഒരു പുസ്തകത്തിൽ. ഒരുപാട് വിജ്ഞാനമാണ് നൽകുന്നത്. ഓരോ കഥാപാത്രവും കാണുന്ന കാഴ്ചകൾ, അവരുടെ ചിന്തകൾ എല്ലാം നമ്മളിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. അതുപോലെ തന്നെയാണ് യാത്രകൾ. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. എത്രയെത്ര നാടുകളാണ്, എന്തെന്ത് സഞ്ചാര പദങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വിശാലമായി കിടക്കുന്നത്. എത്ര മനുഷ്യരാണ്, എത്ര സംസ്കാരങ്ങളാണ്, എന്തെന്ത് ഭാഷകളാണ്, എത്ര ജീവിത രീതികളാണ്. അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളാണ് ഓരോ യാത്രകളും. യാത്ര പോകാൻ കഴിയാത്തവർക്ക് യാത്രാനുഭവങ്ങൾ ലഭ്യമാകുന്നത് യാത്രാ വിവരണങ്ങളിലൂടെയാണ്. ചിലർ യാത്ര ചെയ്യുന്ന അതിൻ്റെ വിവരണങ്ങൾ വളരെ രസകരമാണ്. അത്തരമൊരു പുസ്തകമാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. വളരെ ചെറുപ്പക്കാരനായ ഒരാളുടെ സഞ്ചാരങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ സഞ്ചാര രേഖയാണത്. തുടക്കക്കാരൻ്റെ കൗതുകലോകം എന്നാണ് പുസ്തകത്തിന് അദ്ദേഹം ഇട്ടിരിക്കുന്ന പേര്. എം എ ഇക്ബാലാണ് ആ യാത്രക്കാരൻ. തിരുവനന്തപുരം സ്വദേശിയാണ്. വളരെ സരസമായിട്ടാണ് ഈ പുസ്തകത്തിൻ്റെ രചന നടന്നിരിക്കുന്നത്. വളരെ രസകരമായിട്ട് ഒറ്റയിരിപ്പിന് നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഭംഗിയുണ്ട് ഈ പുസ്തകത്തിന്. നിങ്ങൾ ഈ പുസ്തകം കിട്ടുകയാണെങ്കിൽ വാങ്ങാൻ പറ്റുന്നവർ വാങ്ങി വായിക്കണമെന്നാണ് എൻ്റെ ഒരു നിർദ്ദേശമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. എന്തായാലും എല്ലാവർക്കും നവാബ്ജി ടോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തുടക്കക്കാരൻ്റെ കൗതുകങ്ങൾ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. എം എ ഇക്ബാലാണ് അത് എഴുതിയിട്ടുള്ളത്. കന്നി യാത്രയാണ്. ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകൾ സന്ദർശിക്കുന്നത്. പ്രത്യേകിച്ച് UP, ഡൽഹി പോലുള്ള പ്രദേശങ്ങളിലാണ് യാത്ര. അപ്പോൾ ഈ പുസ്തകം കയ്യിൽ കിട്ടുമ്പോൾ അതിനകത്തൊരു പോസ്റ്റ് കാർഡ് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം നമുക്ക് എഴുതി വച്ചിരിക്കുന്നൊരു കുറിപ്പുണ്ട്. വായനയ്ക്ക് മുമ്പ് ഏറെ പ്രിയപ്പെട്ട സുഹൃത്തിന്, എൻ്റെ ആദ്യ യാത്രയുടെ ഓർമ്മകളുടെ സുഗന്ധം പേറുന്ന ഒരു പൂക്കാലമാണ് താങ്കളുടെ കൈകളിൽ വന്നു ചേർന്നിരിക്കുന്നത്. വായനയ്ക്ക് ശേഷം അഭിപ്രായം അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതിനു മുമ്പ് എൻ്റെ ഈ പുസ്തകത്തെപ്പറ്റി, അല്ലെങ്കിൽ അത് താങ്കളിലേക്ക് എത്തിയതിനെപ്പറ്റി, അതുമല്ലെങ്കിൽ പുസ്തകം ആദ്യം ലഭിക്കുമ്പോൾ ഉണ്ടായ അനുഭൂതിയെപ്പറ്റി എനിക്ക് എഴുതുക. ശേഷം ഈ തുടക്കക്കാരൻ്റെ കൗതുകലോകത്തേക്ക് പറന്നിറങ്ങുക. താങ്കളുടെ എഴുത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. എം എ ഇക്ബാൽ, റഫീഖ് മൻസിൽ, പള്ളി സ്ട്രീറ്റ്, പൂന്തുറ PO, തിരുവനന്തപുരം, കേരള. സത്യത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുസ്തകത്തിനകത്ത് ഒരു പോസ്റ്റ് കാർഡ് ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായം പറയാനും അത് ലഭ്യമായതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നു. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. നമുക്ക് പുസ്തകത്തിലേക്ക് കടക്കാം. പുസ്തകം വളരെ രസകരമായിട്ടാണ്. ആദ്യം ഓരോ ദിവസങ്ങളുമായി ആയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. എന്നാൽ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് 7ാമത്തെ ദിവസമാണ്. യാത്രയുടെ ഒരു മധ്യഘട്ടമാണെന്ന് തോന്നുന്നു. ആ ദിവസത്തിലാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ലക്നൌവിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടുന്ന ഭാഗമാണ് ഈ 7ാമത്തെ ദിവസം എന്ന് പറയുന്നത്. പിന്നീട് 1ാം ഭാഗമാണ് തുടങ്ങുന്നത്. ഒന്നാമത്തെ ദിവസമാണ്. അദ്ദേഹം വീട്ടിൽ നിന്ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ്. വളരെ സരസമായി ഒരു കുട്ടിയുടെ, ഈ തുടക്കക്കാരൻ്റെ കൗതുകലോകം എന്ന് പറയുന്നത് ഒരു യുവാവാണ് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് നമുക്കൊരിക്കലും തോന്നില്ല. ഒരു കുട്ടി, നമുക്കേറെ പിന്നിലുള്ളൊരു കുട്ടി, ഒരു 10 വയസ്സുകാരൻ പറയുന്ന ലളിതമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അവൻ്റെ കൗതുകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. എന്നെ ആകർഷിച്ച ഒരു ഘടകവും അതിൻ്റെ ഭാഷാരീതി തന്നെയാണ്. ഈ എങ്ങനെ സാധ്യമായി എന്ന് അദ്ദേഹമാണ് പറയേണ്ടത്. പക്ഷേ
വളരെ പ്രയാസമാണ്. കാരണം തുടർന്ന് ഓരോ അധ്യായങ്ങളിലും ആ ബാല്യം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത്. ഒരു യുവാവിന് എത്രത്തോളം കുട്ടിയായിരിക്കാൻ കഴിയും എന്ന് നമുക്കറിയാലോ. പക്ഷെ ഇത് മുഴുനീളമായിട്ട് ഒരു കുട്ടിയായി തന്നെ ഇരുന്ന് കൗതുകങ്ങൾ കണ്ട് യാത്ര ചെയ്യുന്ന, അതിൻ്റെ വിവരണങ്ങൾ പറയുന്ന വളരെ മനോഹരമായൊരു പുസ്തകം. ദിവസം പുറപ്പെടുന്ന ദിവസം ഉണ്ടല്ലോ, അതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഞാനൊന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. ഉമ്മാൻ്റെ പേടിപ്പെടുത്തുന്ന വിളി കേട്ടാണ് ഞാൻ ഉറക്കമുണർന്നത്. 7 മണിക്ക് വിളിക്കാൻ പറഞ്ഞാൽ 6 മണിക്ക് വിളിച്ചിട്ട് 8 മണിയായി എന്ന് പറയുന്ന ഉമ്മമാരുടെ സ്ഥിരം ടെക്നിക്കാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ മൊബൈലിൽ സമയം നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. സമയം 4:50. എന്നാലും 4 മണിക്ക് എഴുന്നേൽക്കണം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. യാത്രക്കാവശ്യമായ ആ മുഴുവൻ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും കട്ടിലിന്മേൽ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുകയാണ്. 4:30 മണിക്ക് 5 മണിക്കോ ട്രെയിനിൽ പുറപ്പെടേണ്ട ഒരാൾ ഒരു സാധനങ്ങളും ഒരുക്കാതെ കിടന്നുറങ്ങി എഴുന്നേൽക്കുന്നതാണ്. നേരം വൈകി എഴുന്നേൽക്കുന്നതാണ്. പിന്നെ അവിടെ നിന്ന് തത്രപ്പാടാണ്, ഒരു ഓട്ടമാണ്. അയാളുടെ ഉമ്മ അതിന് പൂർണ്ണാർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സാധാരണ മാതാക്കൾ അത്രയും ഈ ചെറുപ്രായത്തിൽ ഈ ഒറ്റയ്ക്കുള്ള യാത്ര, ആദ്യത്തെ ഒരു യാത്ര എത്ര ദൂരം പോകുക എന്ന് പറയുമ്പോൾ ഒരു ഭയപ്പാടുകളൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട്, വളരെ കാരുണ്യത്തോടു കൂടി തൻ്റെ മകനെ വിളിച്ചുണർത്തി പറഞ്ഞു വിടുന്നുണ്ട്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നതും ട്രെയിനിലെ യാത്രകൾ, ഓരോ സന്ദർഭങ്ങളിലും കണ്ടുമുട്ടുന്ന മനുഷ്യരുമായിട്ടുള്ള ബാലിൻ്റെ സൗഹൃദവും ആ കുട്ടിത്വവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു രസകരമായ ജേണി. തുടക്കക്കാരൻ്റെ കൗതുകലോകം എന്ന് പറഞ്ഞ ഈ പുസ്തകം എത്ര വായിച്ചാലും വീണ്ടും ഒന്ന് എടുത്തു നോക്കാൻ തോന്നും. ഈ പുസ്തകത്തിൻ്റെ രചനാ വൈഭവം അതാണ്. ഞാൻ അത്ഭുതപ്പെടുന്നത്, വളരെ ഇരുത്തം വന്ന എഴുത്തുകാരുടെ ചില പുസ്തകങ്ങൾ നമുക്ക് 1 പേജോ 2 പേജോ വായിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് പോകും. പക്ഷേ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരു യാത്രാവിവരണം എഴുതുമ്പോൾ മനോഹരമായിട്ട് എങ്ങനെയാണ് എഴുതാൻ കഴിയുക എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നുണ്ട്. എന്തായാലും എനിക്കതിന് സാധ്യമല്ല എന്നുള്ളത് പറയാം. അങ്ങനെ പല യാത്രാവിവരണങ്ങളും നമ്മൾ വായിച്ചിട്ടുണ്ട്, വലിയ വലിയ ആളുകളുടെ യാത്രാവിവരണങ്ങൾ. പക്ഷേ ഇത്ര ഫ്ലുവൻ്റായിട്ട്, ഇത്ര ഒഴുക്കോടുകൂടി വായിച്ചു പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഒരു നല്ല പുസ്തകമാണ്. ഇത് പൂർണ്ണാർത്ഥത്തിൽ വായിക്കേണ്ടതാണ്. കുറേ അനുഭവങ്ങളുണ്ട് ഇതിനകത്ത്. ചെറുപ്പക്കാരൻ്റെ ആദ്യത്തെ യാത്രയിലെ കുറേ അനുഭവങ്ങൾ, ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട്. ഹിന്ദി ചെറുതായിട്ട് മാത്രം വശമുള്ള ഒരാൾ ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷങ്ങൾ ഒക്കെ വ്യത്യസ്തമാണല്ലോ. കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഭക്ഷണ രീതികൾ, സംസ്കാരം, സംസാരം, ശൈലികൾ ഒക്കെ വ്യത്യസ്തമാണ്. അവിടെയൊക്കെ പോയിക്കൊണ്ട് വളരെ രസകരമായിട്ട് നർമ്മത്തോടു കൂടി അതിനെ കാണുകയും എന്നാൽ വേദനിപ്പിക്കുന്ന ചില അനുഭവങ്ങളും അദ്ദേഹം കുറിച്ചിടുന്നുണ്ട്. പക്ഷെ അവിടെയും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന ഒരു നർമ്മരസം ഈ പുസ്തകത്തിലുണ്ട്. എല്ലാവർക്കും ഈ പുസ്തകം ഇഷ്ടമാകും. 2022 ഇതിൻ്റെ 2nd എഡിഷൻ വരുന്നത്. ഉടനെ കിട്ടുകയും വായിക്കുകയും ചെയ്തതാണ്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ഇങ്ങനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് വീണ്ടും പുസ്തകത്തിൻ്റെ അലമാരയിൽ നിന്ന് ഇത് പുറത്തേക്ക് വരികയും എങ്കിലിതൊന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നുകയും ചെയ്തു. എന്തായാലും നിങ്ങൾക്ക് ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ സ്വീകരിച്ചാലും ഒരു എഴുത്തുകാരനെ മാത്രമല്ല ഒരു യാത്രികനെ നമുക്ക് ലഭ്യമാക്കുന്ന ഒരു പുസ്തകമാണിത്. നല്ല എഴുത്തുകൾ തുടർന്നും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.